ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമുക്ക് ഇന്നത്തെ 30 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഡേ 15, നമ്മുടെ 30 ചലഞ്ചിലെ ഡേ 15ലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ അതായത് ഡേ 15ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ 4 വീഡിയോസായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ജസ്റ്റ് ജനറൽ GK ആണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിടും. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് GK ആയത് കണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ അവർക്കും കൂടെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമം എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഓറം ആണ് സ്വർണത്തിൻ്റെ ലാറ്റിൻ നാമം ഓറം എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. PF എന്നതിൻ്റെ പൂർണ്ണരൂപം അല്ലേ? അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ഫുൾ ഫോം ആയിരിക്കും. PF എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നുള്ളതാണ് PFൻ്റെ ഫുൾ ഫോം. തേർഡ് ക്വസ്റ്റ്യൻ, ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, ആരാണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? അരവിന്ദ് ഘോഷിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 15. ഓക്കെ, ഓഗസ്റ്റ് 15 ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജന്മദിനമാണ് എന്നാണ് ചോദ്യം. ആരുടെയാണ്? അരവിന്ദ് ഘോഷിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 15. ക്ലിയർ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രദിനം എന്നാണ്? ഒക്ടോബർ 24 ഐക്യരാഷ്ട്രദിനം. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രദിനം എന്നാണ്? ഒക്ടോബർ 24 ഐക്യരാഷ്ട്രദിനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് വൺ, വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? അരവിന്ദ് ഘോഷ് ആണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഓക്കെ, ആരാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. ആരാണ്? അരവിന്ദ് ഘോഷാണ് ഇംഗ്ലീഷിലേക്ക് വന്ദേ മാതരം പരിഭാഷപ്പെടുത്തിയത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, തലശ്ശേരി സ്വദേശിയായ വൈനു ബാപ്പുവിനു ശേഷം ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിക്കുന്ന മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ അശ്വിൻ ശേഖർ ആണ്. ഓക്കെ, എന്തായിരുന്നു? തലശ്ശേരി സ്വദേശിയായ വൈനു ബാപ്പുവിനു ശേഷം ഒരു ചിഹ്നഗ്രഹത്തിന് പേര് ലഭിക്കുന്ന മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ അശ്വിൻ ശേഖർ ആണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, സെയിൽ സിംഗിൻ്റെ സമാധിസ്ഥലം ഏതാണ്? ഏകതാസ്ഥാൻ ആണ് സെയിൽ സിംഗിൻ്റെ സമാധി സ്ഥലം. നയൻത്ത് ക്വസ്റ്റ്യൻ, ഫെൻസിങ്ങിൽ വാൾപ്പയറ്റാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഫെൻസിങ്ങിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഭവാനി ദേവി ആണ്. ഓക്കെ, വാൾപ്പയറ്റിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഭവാനി ദേവി. ഓക്കെ, 9th ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആയല്ലോ. 10th ക്വസ്റ്റ്യൻ നോക്കാം.
രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം. രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം ഏതാണ്? വീർഭൂമിയാണ് രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം. ഓക്കെ, രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം ഏതാണ്? വീർഭൂമിയാണ് രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ. 1983 നോബൽ സമ്മാനം ഏതിന്? ഭൗതികശാസ്ത്രത്തിന് നേടിയത് ആര്? 1983 നോബൽ സമ്മാനം എന്തിനുള്ള നോബൽ സമ്മാനമാണ്? ഭൗതികശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സുബ്രഹ്മണ്യം ചന്ദ്രശേഖറാണ് 1983 നോബൽ സമ്മാനം നേടിയ വ്യക്തി. ഭൗതികശാസ്ത്രത്തിലാണ് കേട്ടോ. 1983 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? സുബ്രഹ്മണ്യം ചന്ദ്രശേഖറാണ് നോബൽ സമ്മാനം നേടിയത്. 12th ക്വസ്റ്റ്യൻ. കുമാരനാശാൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച സിനിമ. കുമാരനാശാൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച സിനിമ ഏതാണ്? വാസവദത്തയാണ്. ഓക്കെ, കുമാരനാശാൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച സിനിമ ഏതാണ്? വാസവദത്തയാണ്. 13th ക്വസ്റ്റ്യൻ. 2023 നടന്ന മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഉത്തർപ്രദേശാണ്. എന്തായിരുന്നു 13th ക്വസ്റ്റ്യൻ? 2023 നടന്ന മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഉത്തർപ്രദേശിലാണ് നടന്നത്. ഓക്കെ, ഈ 13 ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ. കോമൺവെൽത്ത് ദിനം എന്ന്? കോമൺവെൽത്ത് ദിനം എന്ന് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ്? മെയ് 24 കോമൺവെൽത്ത് ദിനം. ഓക്കെ, മെയ് 24 കോമൺവെൽത്ത് ദിനം. 15th ക്വസ്റ്റ്യൻ. CBI എന്നതിൻ്റെ പൂർണ്ണരൂപം. CBI എന്നതിൻ്റെ ഫുൾ ഫോം എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് CBIയുടെ ഫുൾ ഫോം. 16th ക്വസ്റ്റ്യൻ. 2023 25ാമത് വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ റെയിൽവേ സർവീസ്. 2023 25ാമത് വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ റെയിൽവേ സർവീസ് ഏത് എന്നുള്ളതാണ്. ഏതായിരുന്നു? കൊങ്കൺ റെയിൽവേ ആണ് 2023 25ാമത് വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ റെയിൽവേ സർവീസ്. ഓക്കെ, കൊങ്കൺ റെയിൽവേ. 17th ക്വസ്റ്റ്യൻ. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 2023 പുറത്തിറക്കിയ സംഗീത ആൽബം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഉയരോട് ചേർത്തിടാം എന്നുള്ള ആൽബമായിരുന്നു ലഹരിക്കെതിരെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 2023 പുറത്തിറക്കിയ സംഗീത ആൽബം. ഓക്കെ, ഏതായിരുന്നു? ഉയരോട് ചേർത്തിടാം എന്നുള്ളതായിരുന്നു ആൽബം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. LCM എന്നതിൻ്റെ പൂർണ്ണരൂപം. 18th ക്വസ്റ്റ്യൻ ആണ്. LCM എന്നതിൻ്റെ പൂർണ്ണരൂപം. LCM എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ളതാണ് LCM എന്നതിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, 19th ക്വസ്റ്റ്യൻ. ചരൺ സിംഗിൻ്റെ സമാധിസ്ഥലം. ചരൺ സിംഗിൻ്റെ സമാധിസ്ഥലം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കിസാൻഘട്ട് ആണ് ചരൺ സിംഗിൻ്റെ സമാധിസ്ഥലം. കിസാൻഘട്ട് ആണ് ചരൺ സിംഗിൻ്റെ സമാധിസ്ഥലം. ഓക്കെ, 20th ക്വസ്റ്റ്യൻ. ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിൻ്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത് എന്ന്? ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിൻ്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത് എന്ന്? എന്നായിരുന്നു? 2023 ജൂൺ 25 ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിൻ്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത്. ഓക്കെ, എന്നായിരുന്നു ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയത്? 1983 ജൂൺ 25 ഓക്കെ, ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയതിൻ്റെ 40ാമത് വാർഷികം ആഘോഷിച്ചത് എന്നായിരുന്നു? 2023 ജൂൺ 25 അപ്പോൾ എന്നാണ് ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയത്? 1983 ജൂൺ 25. ഓക്കെ, ക്ലിയർ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 തകർന്ന യുക്രൈനിലെ അണക്കെട്ട്. 2023 തകർന്ന യുക്രൈനിലെ അണക്കെട്ട് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് അണക്കെട്ട്? നോവ ഖഗോക എന്നുള്ള
അണക്കെട്ടാണ് 2023 യുക്രൈനിൽ തകർന്നത്? 2023 തകർന്ന യുക്രൈനിലെ അണക്കെട്ട് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? നോവ കക്കോക എന്നുള്ള അണക്കെട്ടാണ് 2023 തകർന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡോക്ടേഴ്സ് ദിനം എന്ന്. ഡോക്ടേഴ്സ് ഡേ എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ജൂലൈ 1 ആണ്. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. 23rd ക്വസ്റ്റ്യൻ. 1968 നോബൽ സമ്മാനം ഏതിന്? വൈദ്യശാസ്ത്രത്തിന് നേടിയത് ആര്? 1968 നോബൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിൽ നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഹർഗോവിന്ദ് ഖുറാന ആണ് 1968 നോബൽ സമ്മാനം വൈദ്യശാസ്ത്രത്തിന് നേടിയത്. ഓക്കെ, 1968 വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഹർഗോവിന്ദ് ഖുറാന ആണ് നേടിയത്. 24th ക്വസ്റ്റ്യൻ. ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം. ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ശക്തിസ്ഥൽ ആണ് ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലം. ഏതായിരുന്നു? ശക്തിസ്ഥൽ ആണ് ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം. 25th ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് എന്നുള്ളതാണ് ചോദ്യം. ഓഗസ്റ്റ് 9 ആണ് ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. 26th ക്വസ്റ്റ്യൻ. 1979 നോബൽ സമ്മാനം ഏതിന്? സമാധാനത്തിന് നേടിയത് ആര്? 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? മദർ തെരേസയാണ് 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി. ഓക്കെ, ആരായിരുന്നു? മദർ തെരേസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 27th ക്വസ്റ്റ്യൻ. ഡോക്ടർ അംബേദ്കറുടെ സമാധിസ്ഥലം. ഡോക്ടർ അംബേദ്കറുടെ സമാധിസ്ഥലം എവിടെയാണ്? ചൈത്ര ഭൂമി. ഡോക്ടർ അംബേദ്കറുടെ സമാധിസ്ഥലം അറിയപ്പെടുന്നത് ചൈത്രഭൂമി എന്നുള്ളതാണ്. 28th ക്വസ്റ്റ്യൻ. കപ്പലോട്ട ദിനം എന്ന്. കപ്പലോട്ട ദിനം എന്ന് എന്നുള്ളതാണ് ചോദ്യം. ഏപ്രിൽ 5 കപ്പലോട്ട ദിനം. ഏപ്രിൽ 5 കപ്പലോട്ട ദിനം. 29th ക്വസ്റ്റ്യൻ. 1930 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് ആര്? 1930 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? CV രാമനാണ് 1930 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തി. ആരായിരുന്നു? CV രാമനാണ് 1930 ഭൗതികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ വ്യക്തി. ഓക്കെ, 30th ക്വസ്റ്റ്യൻ ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം എവിടെയാണ്? വിജയ്ഘട്ട് ആണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം. ഏതായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം ഏതാണ്? വിജയ്ഘട്ട് ആണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലം. വിജയ്ഘട്ട് ആണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം. ഓക്കെ, 30th ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.